സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രവും ഒക്കെ പുറത്തു വന്നു. മത്സരാവേശം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യം. പക്ഷേ ഇപ്പോഴും ഡീൽ ആരോപണങ്ങൾ കളം വിട്ടൊഴിയുന്നില്ല. മുന്നണി പോരാളികൾ കൂടുതൽ ശക്തിയോടെ ഡീൽ ആരോപണം സജീവമായി നിലനിർത്തുകയും ചെയ്യുന്നു. ഒപ്പം പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിൻ്റെ പരാമർശവും UDFനെതിരായ മറ്റൊരായുധമാക്കുകയാണ്. ഇടതുമുന്നണി ഏറ്റവും പുതിയ വിവരങ്ങളുമായി, തിരഞ്ഞെടുപ്പ് ഗോതയിലെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, നമ്മൾ മുൻപും സൂചിപ്പിച്ചതാണ്, ഇനിയും വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങൾ എന്താണ് അത് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യാതെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ, ഡീലുകൾ, വ്യക്തിഹത്യകൾ ഇതൊക്കെ ചർച്ച ചെയ്ത് ജനമനസ്സ് പിടിക്കാമെന്നാണോ മുന്നണികളുടെ ഒരു നീക്കം? അങ്ങനെ തന്നെയാണോ അവർ കരുതുന്നത്? സ്വപ്ന, അങ്ങനെ തന്നെയാണ്. മത്സര ചിത്രമൊക്കെ പൂർത്തിയായി, സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട് എന്ന വ്യക്തമായ ചിത്രവും പുറത്തുവന്നു. പക്ഷേ ദിവസങ്ങൾ എത്ര പിന്നിട്ടിട്ടും ഡീൽ ആരോപണം, അതായത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഡീൽ ആരോപണത്തിൽ തന്നെ ചുറ്റി നിൽക്കുകയാണ് മൂന്ന് മുന്നണികളും സംസ്ഥാനത്ത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അത് ദുർബലമാകുന്നില്ല, അത്തരം ആരോപണങ്ങൾ ശക്തി പ്രാപിച്ച് പുറത്തു വരികയാണ് ചെയ്യുന്നത്. മൂന്ന് മുന്നണികളെയും മുന്നണി പോരാളികളൊക്കെ തന്നെയും ആ ഒരു വിഷയം സജീവമായി നിലനിർത്താൻ ഒരു ശ്രമവും കൂടി നടത്തുകയാണ്. ഇന്നിപ്പോൾ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ CPM-ഉം ഒപ്പം തന്നെയും BJP-യും തമ്മിലൊരു അന്തർധാരയുണ്ടെന്ന് പറയുന്നു. രാവിലെ ആർ ശ്രീലേഖയ്ക്ക് വേണ്ടി പ്രചാരണത്തിൽ നടത്തുന്ന കൗൺസിലർമാർ രാത്രിയാകുമ്പോൾ VK പ്രശാന്തിന് വേണ്ടി പ്രചാരണത്തിൽ എത്തുന്നു എന്നൊരു ആരോപണം പറയുന്നു. അപ്പോഴേക്കും അതിനെ എതിർത്തുകൊണ്ട് മറ്റ് രണ്ട് മുന്നണികളിലെ എതിർ സ്ഥാനാർത്ഥികളും രംഗത്തെത്തുകയൊക്കെ ചെയ്യുന്നു. അതായത് പാലക്കാട്ട് നിന്ന് തുടങ്ങിയ ഡീൽ ആരോപണം ഓരോ ദിവസം കഴിയുന്നതോടെ ശക്തിയായി അത് മറ്റു മണ്ഡലങ്ങളെ വളരെ ശക്തമായി വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് RSS ബന്ധമൊക്കെ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. പഴയ ഗോൾവാൾക്കറെ വണങ്ങിയ ചിത്രത്തിന്റെ കഥകളൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി കടുത്ത ആരോപണവും കടുത്ത വിമർശനവും പ്രതിഷേധവും ഒക്കെ പ്രതിപക്ഷ നേതാവിന് ഉയർത്തി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായി RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും ഇത്രയും കാലം CPM-വുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി RSS ബന്ധമൊക്കെ ഉയർത്തിയിരുന്ന ആരോപണങ്ങളുടെയൊക്കെ കെട്ടഴിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെയ്തിരിക്കുന്നത്. അതായത് കൃത്യമായി തന്നെ ഈ ന്യൂനപക്ഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഈ ഡീൽ ആരോപണം, എല്ലാ കാലവുമുള്ള ഡീൽ ആരോപണം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സജീവമാക്കുന്നു എന്നതിന് പിന്നിൽ പോലും നമുക്കറിയാം, വളരെ കൃത്യമായിട്ട് അറിയാം, ഈ ന്യൂനപക്ഷങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഫ്രെയിം ചെയ്യുന്നു. ആ ന്യൂനപക്ഷ വോട്ടുകളൊക്കെ തന്നെയും നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന വോട്ടുകൾ ഇത്തവണ തങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം UDF നടത്തുന്നു എന്ന ആരോപണമാണ് CPM ഉന്നയിക്കുന്നത്. അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതിനൊക്കെ തന്നെ ശക്തമായി പ്രതിരോധിക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗത്തിലേക്ക് CPM-ഉം പോകുന്നില്ല. BJP-യും ഇതിൻ്റെ ഭാഗമാകുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒരു ഡീലുമില്ല, ഡീലൊക്കെ ഉള്ളത് ഇന്ത്യ സഖ്യം തന്നെയാണ് ഇവിടെ കാട്ടുന്നത് എന്ന രീതിയിലുള്ള പ്രതിരോധം BJP-യും തീർക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ, നിശബ്ദ പ്രചാരണം അവസാനിക്കുന്ന ആ വേള വരെയും ഈ ഡീൽ ആരോപണം വളരെ ശക്തമായി തന്നെ മുന്നണികൾ കൊണ്ടുവരുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് മറ്റൊരു ആയുധം കൂടി വീണ് കിട്ടിയിരിക്കുകയാണ്. പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിൻ്റെ പരാമർശം. അതാ ലീഗ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഇതാണോ UDF-ന്റെ സ്ത്രീ സുരക്ഷ, സ്ത്രീപക്ഷ നിലപാട് എന്ന രീതിയിൽ ആ UDF നേതാക്കളുടെ സംസ്കാരം എന്നൊക്കെ ഉയർത്തിക്കാട്ടിയാണ് UDF-നെതിരെ ശക്തമായ ആയുധമാക്കുന്നു. അപ്പോഴേക്കും മുമ്പ് CPM നേതാക്കൾ ഏത് നിലപാടാണ് സ്ത്രീപക്ഷത്തിനെതിരെ നടത്തിയുള്ള പരാമർശങ്ങളൊക്കെ അക്കമിട്ട് നിരത്തി പ്രതിപക്ഷവും വലിയ രീതിയിൽ തന്നെ ആഞ്ഞടിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത്രയും ദിവസം പിന്നിട്ടിട്ട് പോലും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ സജീവമായി നിലനിർത്താൻ മൂന്ന് മുന്നണികൾക്കും കഴിയുന്നില്ല എന്നതാണ് ഈ യാഥാർത്ഥ്യം. സ്വപ്ന.